രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഉമ്മറത്ത് വന്നിരുന്ന് പത്രം വായിക്കാറുണ്ടല്ലോ. ചൂട് ചായ കുടിച്ചുകൊണ്ട് ആ വാർത്തകൾ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ? പത്രക്കാർ പറയുന്നതൊക്കെ 100% സത്യമാണെന്നല്ലേ? അവർക്ക് ആരോടും ഒരു പക്ഷപാതവുമില്ലെന്നും അവർ നാട്ടിലെ യഥാർത്ഥ കാര്യങ്ങളാണ് നമ്മളെ അറിയിക്കുന്നതെന്നും നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ സത്യം അതല്ല. നമ്മുടെ തലയിലേക്ക് ഇവർ എന്തൊക്കെയാണ് അടിച്ചു കയറ്റുന്നത് എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ സാധാരണക്കാരെ അവർ എത്രത്തോളം വിഡ്ഢികളാക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. വലിയ വലിയ രാഷ്ട്രീയ വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല. വളരെ ലളിതമായ ഒരു ഉദാഹരണം വച്ച് ഞാനതൊന്ന് കാണിച്ചു തരാം. സമൂഹ മാധ്യമങ്ങളിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് TC രാജേഷ്. അദ്ദേഹം ഇക്കാര്യങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായി കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ കുറിപ്പിനെ മുൻനിർത്തിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ 2 പത്രങ്ങളാണല്ലോ മലയാള മനോരമയും മാതൃഭൂമിയും. ഇവരുടെ തനിനിറം നമ്മളിന്ന് പരിശോധിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിലെ സംസ്ഥാന ബജറ്റ് ഈ പത്രങ്ങൾ എങ്ങനെയാണ് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് എന്ന് നോക്കാം. ഒരു സർക്കാരിൻ്റെ ഒരു വർഷത്തെ വരവും ചെലവും നാടിനു വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ പറയുന്നതാണല്ലോ ബജറ്റ്. ഈ ബജറ്റിനെ കുറിച്ച് നമ്മുടെ പത്രങ്ങൾ എഴുതിയത് കണ്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. ആദ്യം നമുക്ക് മനോരമയിൽ നിന്ന് തന്നെ തുടങ്ങാം. 2024 ഫെബ്രുവരി 6, അന്ന് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. KN ബാലഗോപാലാണ് ധനമന്ത്രി. 8-9 പേജുകൾ പൂർണ്ണമായും അവർ ബജറ്റ് വാർത്തകൾ നീക്കിവെച്ചു. അന്ന് മനോരമയുടെ 1-ാം പേജിലെ വലിയ അക്ഷരത്തിലുള്ള തലക്കെട്ട് എന്തായിരുന്നു എന്നറിയാമോ? ക്ഷേമ ടെൻഷൻ. അതായത് പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് വലിയൊരു ടെൻഷനായിട്ടാണ് മനോരമ കണ്ടത്. വലിയ പ്രഖ്യാപനങ്ങളില്ല, വല്ലാതെ പിഴിയാനുമില്ല എന്നൊക്കെയായിരുന്നു അവർ അന്ന് എഴുതി പിടിപ്പിച്ചത്. ബജറ്റിൽ ക്ഷേമം പേരിന് മാത്രമെന്ന് മുഖപ്രസംഗവും എഴുതി. കൂടുതൽ വാർത്തകളുടെ തലക്കെട്ടുകൾ കേട്ടാൽ നിങ്ങൾക്ക് ഇവരുടെ ലക്ഷ്യം മനസ്സിലാകും. നുള്ളി നോവിക്കാതെ, ബ്രാൻഡ് മാത്രം, പണമില്ല, യാഥാർത്ഥ്യം മറച്ച് കബളിപ്പിക്കുന്നു, അടിസ്ഥാന സേവന മേഖലകളിൽ ജനങ്ങളിൽ നിന്ന് പണം പിരിക്കും, CPIയുടെ ബജറ്റ് ചുരുങ്ങി. എങ്ങനെ പോയാലും ഈ ബജറ്റ് വളരെ മോശമാണ് എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ അവർ പരമാവധി ശ്രമിച്ചു. പോരാത്തതിന് പ്രതിപക്ഷ നേതാക്കളായ VD സതീശനും K സുധാകരനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ ബജറ്റിനെ കുറ്റം പറയുന്നത് വലിയ പ്രാധാന്യത്തോടെ അച്ചടിച്ചു വച്ചു. ഇനി ഈ ബജറ്റിന് മാർക്കിടാൻ വേണ്ടി അവർ കുറച്ച് സാമ്പത്തിക വിദഗ്ധരെ കൊണ്ടുവന്നു. ഡോക്ടർ മേരി ജോർജ്, ഡോക്ടർ BA പ്രകാശ്, ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ എന്നിവരൊക്കെയായിരുന്നു ആ വിദഗ്ധർ. ഇവർ പത്രത്തിൽ എത്ര മാർക്കാണ് അന്ന് സർക്കാരിന് കൊടുത്തതെന്നറിയാമോ? 5-ൽ താഴെ. അതായത് സർക്കാർ വൻ പരാജയമാണെന്ന് ചുരുക്കം. ഒരു വർഷം കഴിഞ്ഞു. 2025 ഫെബ്രുവരി 8, പിണറായി സർക്കാരിൻ്റെ അടുത്ത ബജറ്റ്. അന്നും മനോരമയുടെ 1-ാം പേജിലെ തലക്കെട്ട് വളരെ രസകരമായിരുന്നു. ജിം ഭൂം ഭ. എങ്ങനെയുണ്ട്? ഒരു സംസ്ഥാനത്തിൻ്റെ ബജറ്റിനെയാണ് അവർ ഒരു കുട്ടിക്കളി പോലെ പരിഹസിച്ചത്. ക്ഷേമ പെൻഷൻകാരെ മറന്നു എന്നായിരുന്നു അവരുടെ അന്നത്തെ പ്രധാന പരിപാടി. അന്നത്തെ മറ്റു വാർത്തകൾ നോക്കൂ. വൻ പദ്ധതികൾക്ക് പോലും നിസാര തുക, തുടരും സ്വപ്നഭാരം, കൃഷിക്കും മോശം കാലാവസ്ഥ, പുനർഗേഹത്തിന് നിരാശ, ഭൂനികുതി 50% കൂട്ടും. ഇതുകൂടാതെ ഇത് പിണറായി വിജയൻ്റെ ഗുഡ് ബൈ ബജറ്റ് എന്ന് സതീശൻ്റെ പ്രസ്താവന പടം വെച്ച് കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ വായിക്കുന്ന ഒരു സാധാരണക്കാരന് തോന്നുക, അയ്യോ നാട് മുടിയാൻ പോവുകയാണല്ലോ എന്നല്ലേ. അന്നും പണ്ട് പറഞ്ഞ അതേ വിദഗ്ധർ വന്ന് ബജറ്റിന് മാർക്കിട്ടു. മേരി ജോർജും ജോസ് സെബാസ്റ്റ്യനും ഒക്കെ വീണ്ടും കൊടുത്തത് 10-ൽ 5-ൽ താഴെ മാത്രം. ഇടതുപക്ഷ സർക്കാർ എന്ത് നല്ല കാര്യം ചെയ്താലും ഇവർ 5-ൽ താഴെയേ മാർക്ക് കൊടുക്കൂ എന്ന് പണ്ടേ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയായിരുന്നു കാര്യങ്ങൾ. ഇനി 2026 ജനുവരി 30 വരാം. ഇടതു സർക്കാരിൻ്റെ അവസാന ബജറ്റാണ്. കുറച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ പിന്നെ സർക്കാരിനെതിരെ ജനങ്ങളെ തിരിക്കാൻ ഇതിലും വലിയ അവസരം കിട്ടില്ലല്ലോ. അന്ന് മനോരമ കൊടുത്ത തലക്കെട്ട് പുതിയ പിള്ളേരുടെ ഭാഷയിലായിരുന്നു. ഡേലൂലു സോലൂലു. അതായത് സർക്കാർ പറയുന്നത് വെറും ഭ്രമമാണ്, യാഥാർത്ഥ്യമല്ല എന്ന് ജനങ്ങളോട് പറയാൻ വേണ്ടി മാത്രം. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ പലതും അടുത്ത സർക്കാർ ചെയ്യേണ്ടി വരുമെന്നൊക്കെ അവർ വലിയ അക്ഷരത്തിൽ എഴുതി വച്ചു. ഉണ്ട്, പക്ഷെ ഇല്ല. ആനയോളമില്ല, ആശയോളമുണ്ട്. ശബരിമല ചോദിച്ചത് 174 കോടി, കിട്ടിയത് 30 കോടി. നെൽകൃഷി പതിവ് പ്രഖ്യാപനം മാത്രം. എപ്പോൾ, എങ്ങനെ എന്നിങ്ങനെ നെഗറ്റീവ് വാർത്തകൾ മാത്രം നിറച്ചു. മുഖപ്രസംഗത്തിലാകട്ടെ മുൻപ് പ്രഖ്യാപിച്ചതിൽ എത്രത്തോളം നടപ്പാക്കിയെന്ന ചോദ്യം ബാക്കിയാണെന്നും അവർ എഴുതി. അന്നും ആ വിദഗ്ധന്മാർക്കിട്ടു. ഡോക്ടർ BA പ്രകാശ്, ഡോക്ടർ മേരി ജോർജ്, ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ എന്നിവരെല്ലാം പതിവ് പോലെ 5-ൽ താഴെ തന്നെ മാർക്കും നൽകി.
ഇത്രയും നേരം നമ്മൾ കണ്ടത് ഒരു ഇടതുപക്ഷ സർക്കാർ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ പത്രങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്നാണ്. എന്നാൽ പെട്ടെന്നൊരു വലിയ അത്ഭുതം നടന്നു. 2026 ജൂൺ മാസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. സർക്കാർ മാറി. വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നു. 2026 ജൂൺ 20 പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചു. അന്നത്തെ മലയാള മനോരമ പത്രം എടുത്തു നോക്കി ആരും ശരിക്കും കണ്ണു തള്ളിപ്പോകും. വെറും 5 മാസം മുൻപ് വരെ കേരളം വലിയ കടക്കടിയിലാണെന്നും ഇവിടെ പണമില്ലെന്നും സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും പറഞ്ഞ് വിലപിച്ച അതേ മനോരമയുടെ 1-ാം പേജിലെ തലക്കെട്ട് എന്തായിരുന്നു എന്നറിയാമോ? വിഭവ സമുദ്രം. അതെ, വിഭവങ്ങളുടെ വലിയൊരു കടൽ. കേരളത്തിൽ പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ പണമൊക്കെ വന്നത്? ഭാവി കേരളത്തിൻ്റെ ന്യൂജൻ രുചിക്കൂട്ടുകളുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ ആദ്യ ബജറ്റ് എന്ന് മനോരമ വാനോളം പുകഴ്ത്തി. 9 പേജുകളാണ് ബജറ്റ് വാർത്തകൾക്കായി മാത്രം നീക്കിവെച്ചത്. ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ബജറ്റിൽ ക്ഷേമം നാമമാത്രം എന്ന് മുഖപ്രസംഗം എഴുതിയവർ പുതിയ സർക്കാരിനെക്കുറിച്ച് എഴുതിയ മുഖപ്രസംഗത്തിൻ്റെ പേര് കരുതൽ കൊണ്ടെഴുതി ബജറ്റ് എന്നാണ്. യാഥാർത്ഥ്യബോധമുള്ള വികസന പദ്ധതികളാണ് ബജറ്റിൽ ഉള്ളതത്രേ. ഇനി നമ്മൾ ശരിക്കും ഞെട്ടാൻ പോകുന്നത് പഴയ സാമ്പത്തിക വിദഗ്ധരുടെ മാർക്ക് കാണുമ്പോഴാണ്. ഇടതുപക്ഷത്തിന് 10-ൽ 5-ൽ താഴെ മാത്രം മാർക്ക് കൊടുത്തിരുന്ന ഡോക്ടർ മേരി ജോർജ് പുതിയ ബജറ്റിന് കൊടുത്തത് എത്രയാണെന്നോ? 10-ൽ 7.5 മാർക്ക്. മറ്റൊരാളായ ശ്രീ വിജയരാഘവൻ കൊടുത്തത് 8.5 മാർക്കാണ്. എസ് ആദികേശവൻ 7 കൊടുത്തു. സുജാചാണ്ടി 7 കൊടുത്തു. 5-ൽ താഴെ ആരും മാർക്ക് കൊടുത്തില്ല. ഒറ്റ മാസം കൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക നിലയിൽ എന്ത് മഹാത്ഭുതമാണ് ഇവർ കണ്ടത്? അതോ ഇവർ ഇത്രയും കാലം നമ്മളെ പറ്റിക്കുകയായിരുന്നോ? മനോരമ പുതിയ സർക്കാരിനെ പുകഴ്ത്തി എഴുതിയ തലക്കെട്ടുകൾ കേട്ടാൽ ശരിക്കും ചിരിവരും. പെൺ പവർ, ജെൻസി വൈബ്. ബജറ്റ് പറയുന്നു യുവാക്കളെ ഇവിടം സ്വർഗമാക്കൂ, സതീശൻ ശൈലി ലളിതം, പ്രൊഫഷണൽ, പുതുക്കിയ ബജറ്റ്, പുതിയ കേരളം, പ്രതിസന്ധി കാലത്തെ നവയുഗ ദർശനം, വൻ ഹിറ്റാകട്ടെ, പുതുതലമുറയ്ക്ക് പൂക്കി ബജറ്റ്, കുതിപ്പേക്കാൻ ഗ്ലോബൽ ഗോൾഡ് ഹബ്ബ്. ഇതിനേക്കാൾ വലിയ തള്ളൽ വേറെ എവിടെയെങ്കിലും കാണാൻ കിട്ടുമോ? ഇടതുപക്ഷ ബജറ്റുകളിൽ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ചിരുന്ന സുജിത് നായർ എന്ന പത്രക്കാരൻ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ട് കൊടുത്ത തലക്കെട്ട് വരും മാറ്റം ഇത് തുടക്കമെന്നാണ്. അതായത് ഇനി കേരളം ശരിക്കും സ്വർഗമാകാൻ പോകുന്നു എന്ന്. ഇതിലൊക്കെ ഏറ്റവും വലിയ കള്ളത്തരം എന്താണെന്നോ? ഈ പുതിയ ബജറ്റിനെ കുറിച്ച് മുൻ ധനമന്ത്രിയായ തോമസ് ഐസക്കോ ഇടതുമുന്നണിയോ എന്തു പറഞ്ഞു എന്ന് ഈ പത്രത്തിൽ എവിടെയും കൊടുത്തില്ല. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ബാലഗോപാലിൻ്റെയും വാർത്ത വെറും 10x4 വലിപ്പത്തിൽ ആരും കാണാത്ത രീതിയിൽ ഒരു മൂലയിൽ ഒതുക്കി. സാധാരണ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ വലുതായി കൊടുക്കുന്നവരാണ് ഈ പത്രക്കാർ. പക്ഷേ ഇവിടെ ഇടതുപക്ഷം പറയുന്നത് ജനങ്ങൾ അറിയരുത് എന്ന് അവർക്ക് വലിയ നിർബന്ധമുണ്ടായിരുന്നു. ഇനി മാതൃഭൂമി പത്രത്തിൻ്റെ കാര്യം കൂടി നോക്കാം. ഇവരുടെ രീതി കുറച്ച് വേറെയാണ്. ഇടതുപക്ഷ സർക്കാരിൻ്റെ ബജറ്റ് വരുമ്പോൾ അതൊരു വലിയ സംഭവമേ അല്ല എന്ന് വരുത്തി തീർക്കുകയാണ് ഇവർ ചെയ്യാറ്. ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അവർക്ക് അവരുടെ സാഹിത്യോത്സവമായ കാ ഫെസ്റ്റിവലിൻ്റെ തിരക്കാണ്. അതുകൊണ്ട് ബജറ്റ് വാർത്തകളെക്കാൾ കൂടുതൽ പ്രാധാന്യം ആ ഫെസ്റ്റിവലിന് കൊടുക്കും. ജാക്കറ്റ് പേജുകൾ പോലും ഒഴിവാക്കും. 2025 ഇടതുപക്ഷ ബജറ്റിന് അവർ കൊടുത്ത തലക്കെട്ട് വെറും ഒറ്റ വാക്കിലായിരുന്നു: നിശ്വാസം. നികുതി ഭാരം കൂടും, പെൻഷനുകൾ കൂട്ടിയില്ല എന്നൊക്കെയായിരുന്നു അവരുടെ പരാതി. അന്ന് അവരുടെ മുഖപ്രസംഗം ദർശനത്തിൻ്റെ അഭാവമെന്നായിരുന്നു. അതായത് സർക്കാരിന് മുന്നോട്ട് പോകാൻ ഒരു കാഴ്ചപ്പാടുമില്ല എന്ന്. 2026 ജനുവരിയിൽ അവർ പറഞ്ഞത് ഇത് തെരഞ്ഞെടുപ്പിന് മുൻപുള്ള വെറും ജനപ്രിയ ബജറ്റ് മാത്രമാണെന്നാണ്. എന്നാൽ 2026 ജൂൺ 20 വി.ഡി. സതീശൻ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ മാതൃഭൂമിയുടെ മട്ടും ഭാവവും മാറി. അന്നത്തെ അവരുടെ മുഖ്യ തലക്കെട്ട് വികസിത മാനം എന്നായിരുന്നു. ബജറ്റ് ശരിക്കും ഒരു ദൂരദർശനമാണെന്ന് അവർ പറഞ്ഞു. അന്ന് അവർ എഴുതിയ മുഖപ്രസംഗത്തിൻ്റെ പേര് വളർച്ചയുടെ മാർഗരേഖ എന്നാണ്. വികസനം വരാൻ വേണ്ടി സ്വകാര്യ കമ്പനികൾക്കും മുതലാളിമാർക്കും കണക്കറ്റ് ആശ്രയിക്കാൻ വഴി തുറന്നിട്ടു എന്നാണ് അവർ വലിയ സന്തോഷത്തോടെ പറയുന്നത്. അതായത് പാവപ്പെട്ടവന് ക്ഷേമ പെൻഷൻ കൊടുത്താൽ അത് സർക്കാരിൻ്റെ ദൂർത്ത്. എന്നാൽ വൻകിട മുതലാളിമാർക്ക് ലാഭമുണ്ടാക്കാൻ നാടിനെ തുറന്നിട്ട് കൊടുത്താൽ അത് വലിയ വികസനം. ഇതാണ് ഇവരുടെ ലൈൻ. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ പത്രങ്ങൾ നമ്മളോട് പറയുന്നത് സത്യങ്ങളാണ്? അല്ല, അവർക്ക് അവരുടേതായ ചില അജണ്ടകളുണ്ട്. അവർക്ക് ഇഷ്ടമില്ലാത്ത ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അവർ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും അത് ജനങ്ങളുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ ഈ പത്രക്കാർ പരമാവധി നോക്കും. സർക്കാരിനെതിരെ ജനങ്ങളുടെ ഉള്ളിൽ വെറുപ്പുണ്ടാക്കാൻ അവർ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കും. അതേസമയം അവരുടെ സ്വന്തക്കാരായ വേറൊരു സർക്കാർ വന്നാൽ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഇവർ ന്യായീകരിക്കും. നാട് സ്വർഗമായി എന്ന് അവർ പാടിപ്പുകഴ്ത്തും. ഇതൊന്നും നമ്മൾ കാണാതെ പോകരുത്. രാവിലെ എഴുന്നേറ്റ് പത്രം വായിക്കുമ്പോൾ ഈ അക്ഷരങ്ങൾക്ക് പിന്നിൽ ഇവർ എന്താണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ വലിയ പത്രങ്ങളുടെ ഇരട്ടത്താപ്പ് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടത് എന്താണെന്ന് നമുക്കറിയാം.
അത് കിട്ടുന്നുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്, അല്ലാതെ ഈ പത്രങ്ങളല്ല. ഒരു കൂട്ടരുടെ എല്ലാ തെറ്റുകൾക്കും കുടപിടിക്കുകയും മറുകൂട്ടർ എന്ത് നല്ലത് ചെയ്താലും അതിൽ കുറ്റം മാത്രം കണ്ടുപിടിക്കുകയും ചെയ്യുന്ന ഈ രീതി നമ്മൾ എപ്പോഴും ഓർക്കണം. നമ്മൾ ആരും പൊട്ടന്മാരല്ല എന്നെങ്കിലും ഇവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി.